ഈ രാഹുൽ മാങ്കൂട്ടവും ശ്രീ വി ഡി സതീശനും ശ്രീ ഷാഫി പറമ്പിലും തമ്മിലുള്ള അങ്ങേയറ്റമുള്ള ആ ബന്ധത്തെ കോൺഗ്രസിനകത്തും അറിയാം, കോൺഗ്രസിന് പുറത്തും അറിയാം, മാധ്യമപ്രവർത്തകർക്ക് അറിയാം. അതെല്ലാം ഘട്ടം ഘട്ടമായി പുറത്തു വരേണ്ട പല ഭാഗങ്ങളുണ്ടാവും. അതുകൊണ്ട് ഭയന്നായിട്ടാണ് കണ്ണിൽ പൊടിയിടത്തക്ക വിധത്തിലുള്ള ഒരു സസ്പെൻഷൻ. ഞാൻ ഇതുകൂടി പറഞ്ഞാൽ അതിലേക്ക് കാര്യങ്ങളെത്തും. അതിൽ കോൺഗ്രസിൻ്റെ ഭരണഘടന പ്രകാരം ഒരു ജനപ്രതിനിധിയായ ഒരു കോൺഗ്രസ് പ്രവർത്തകനെതിരെ അച്ചടക്ക നടപടി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നത് ഡിസിപ്ലിനറി റൂൾസ് പേജ് നമ്പർ 51 ക്ലോസ് 6-ൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഭാഗം, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ MLA ബാർ MP ബാർ ജനപ്രതിനിധി എന്നീ പദവി വഹിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ അയാളോട് ആ പദവി രാജിവെക്കാൻ ആവശ്യപ്പെടണം. ഇതാണ് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ പറയുന്ന ഒരു ഭാഗം. എന്തേ അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത്? എന്തേ സസ്പെൻഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ പൊടിയിടുന്ന ഒരു ഭാഗമാണ്. മറ്റൊരു ഭാഗമുണ്ട്. എന്താ? ഇവിടെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന FIR-നെ സംബന്ധിച്ചിടത്തോളമാണ്. FIR-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സംശയം പറയുന്നു. കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായ അന്വേഷണം നടത്തിയില്ല. പിന്നെ കോൺഗ്രസ് എന്തിനാ യൂത്ത് കോൺഗ്രസ് പദവി സ്ഥാനത്തു നിന്നും ഇതാ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് കണ്ണിപ്പൊടിയിടും വിധം സസ്പെൻഷനും നടത്തിയെന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്?